ഇന്നത്തെ റോ എപ്പിസോഡ്, അതായത് എലിമിനേഷൻ ചേംബർ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് നടന്ന റോ എപ്പിസോഡ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. അതും സ്റ്റാർട്ടിംഗ് സെഗ്മെന്റും അതുപോലെ തന്നെ റോ എൻഡിങ്ങിൽ കാണിച്ച ട്വിസ്റ്റും എല്ലാം നന്നായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ക്ലിക്ക് ചെയ്ത് വരുന്ന എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനൊന്നും പറയാറില്ല. ആരംഭ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ ലൈക്ക് ചോദിക്കുന്നത് ലൈക്ക് അത്യാവശ്യമായതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഇതിൽ ഫസ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ CM Punk ആണ് വന്നത്. CM Punk വന്നതിന് ശേഷം കമന്ററി ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടുള്ള സാധനങ്ങളും അവിടെ വെച്ചിട്ടുള്ള പ്രൈമിന്റെ ചില സാധനങ്ങളെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് മൈക്കെല്ലാം വാങ്ങിച്ച് സംസാരിക്കുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് റോക്കെല്ലാം വന്നതിന് ശേഷം WWE ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നും, അതായത് റോക്ക് TKO ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ WWE ഫൈനൽ ബോസ് എന്നൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേര് യൂസ് ചെയ്താണ് അവൻ കള്ളത്തരങ്ങളെല്ലാം WWE ചെയ്യുന്നത്. അവൻ ഒരു ഭ്രാന്തനാണെന്നും അതുപോലെ തന്നെ WWE ഒക്കെ വിട്ട് സിനിമയിലേക്ക് പോയി വീണ്ടും 10 വർഷമൊക്കെ കഴിഞ്ഞ് വന്ന് ഇതുപോലെയുള്ള പരിപാടി, അതായത് റെസ്ലേഴ്സിന്റെ മൈൻഡ് മാറ്റുന്ന പരിപാടിയൊക്കെയാണ് അവൻ ചെയ്യുന്നത്. എലിമിനേഷൻ ചേംബറിൽ കോഡി റോഡ്സ് അവന്റെ ഓഫർ നിരസിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി എന്ന് CM Punk പറഞ്ഞു. എന്നാൽ ജോൺ സീന റോക്കിന്റെ കൂടെ ചേർന്നുകൊണ്ട് കോഡി റോഡ്സിനെതിരെ ഹീൽ ടേൺ ചെയ്ത് വില്ലനായ കാര്യത്തെപ്പറ്റി, അതായത് ജോൺ സീന കഴിഞ്ഞ 20 വർഷമായിട്ട് നിങ്ങളെല്ലാവരെയും പറ്റിക്കായിരുന്നു, അതായത് അവൻ നല്ലവനാണ്, അവൻ ഒരിക്കലും വില്ലത്തരം ചെയ്യില്ല, ഈ ഒരു ടൈപ്പിലൊക്കെ കാണിച്ചുകൊണ്ട് ഇപ്പോൾ സീനയ്ക്ക് ഉണ്ടായിരുന്ന ആ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം, കുട്ടികളുടെ സപ്പോർട്ട് ഉൾപ്പെടെ എല്ലാം അവൻ എലിമിനേഷൻ ചേംബറിൽ കളഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ ആ ഭ്രാന്തനായ റോക്കാണ്. ഈ ഒരു ടൈപ്പിലൊക്കെയാണ് CM Punk പറഞ്ഞത്. അപ്പോൾ എല്ലാത്തിനും കാരണക്കാരൻ റോക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ചീത്തയും വിളിക്കുന്നുണ്ടായിരുന്നു CM Punk. അതുപോലെ റോക്ക് ഒരു വലിയ ചതിയനാണ്, അതുപോലെ തന്നെ ഫാൻസിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ ഒരു ഡമ്മി ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, ആ ചാമ്പ്യൻഷിപ്പുമായിട്ട് വന്ന് അവനാണ് പീപ്പിൾ ചാമ്പ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത്. എന്നാൽ തനിക്ക് അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. തൻ്റെ ഡ്രീം എന്ന് പറയുന്നത് റെസൽമേനിയ മെയിൻ ഇവന്റ് ചെയ്യുന്നതായിരുന്നു. എന്നാൽ ജോൺ സീന അതെല്ലാം തട്ടിയെടുത്ത് ജോൺ സീനയുടെ സ്വഭാവം മൊത്തത്തിൽ ഇങ്ങനെ മാറിയ കാര്യത്തെപ്പറ്റിയും CM Punk ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അവസാനം സെത്ത് റോളൻസിനെ പറ്റിയാണ് പറഞ്ഞത്. അതായത് സെത്ത് റോളൻസ് കാരണമാണ് എലിമിനേഷൻ ചേംബർ താൻ തോറ്റത് എന്നും, ഇല്ലായിരുന്നുവെങ്കിൽ താൻ റെസൽമേനിയയിലേക്ക് പോയേനെ എന്ന ടൈപ്പിലൊക്കെ. അതുപോലെ സെത്ത് റോളൻസിന്റെ വൈഫായ ബെക്കി ലിഞ്ചിനെ എല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് CM Punk ഈ സെഗ്മെന്റിലേക്ക് വലിച്ചിടുന്നുണ്ട്. അതായത് സെത്തിനെ വീൽ ചെയറിലിരുത്തി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് ചില ബാഡ് ആയിട്ടുള്ള വേർഡും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് സെത്ത് റോളൻസിന്റെ തീം മ്യൂസിക് പ്ലേ ആയി. പിന്നീട് CM Punk എൻട്രൻസിന്റെ അവിടേക്ക് പോയി ഇവർ രണ്ടുപേരും ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. ശേഷം ആഡം പിയേഴ്സും ഒഫീഷ്യൽ ടീമെല്ലാം ഒന്ന് പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. ഇവര് കമന്ററി ടേബിളിന്റെ അവിടെയെല്ലാം പോയി ഭയങ്കരമായി ഫൈറ്റ് ചെയ്തു. സെത്ത് റോളൻസ് സെക്യൂരിറ്റി ടീമിനെയും അറ്റാക്ക് ചെയ്തു. ഒരു കണക്കിന് ഇവരെ പിടിച്ചു മാറ്റി വിട്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. എന്നാൽ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഇവർ ഇത് തന്നെ ആവർത്തിച്ചു. അപ്പോൾ ആ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് പറഞ്ഞതുകൊണ്ട് അതിന്റെ തീരുമാനം എന്താണ് എന്നുള്ളത് ഇപ്പോൾ തന്നെ പറയാം. അതായത് ആ ബാക്ക് സ്റ്റേജിൽ ഇവർ ഫൈറ്റ് ചെയ്തതിന് ശേഷം ആഡം പിയേഴ്സ് സെത്ത് റോളൻസുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആഡം പിയേഴ്സ് പറയുന്നത് നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്കൊരു മാച്ച് നടത്താം എന്നാണ്. അതായത് ഒരു സ്റ്റീൽ കേജ് മാച്ച് നെക്സ്റ്റ് വീക്ക് ഇവർക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് ആഡം പിയേഴ്സ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഒരു കിടിലൻ ഐറ്റം അല്ലെങ്കിൽ ഒരു ഫയർ സെഗ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. CM Punk ഇതിൽ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ജഡ്ജ്മെന്റ് ഡേ ടീമിന്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ലിവ് മോർഗൻ റെക്കേലി ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയും അതുപോലെ നെക്സ്റ്റ് ഇവരുടെ പ്ലാനിനെ പറ്റി പറയുന്നുണ്ട്. അതായത് റെക്കേലി IC ചാമ്പ്യൻഷിപ്പിന് പോകാനുള്ള സമയമായി എന്നും, അതുപോലെ ലിവ് മോർഗൻ ഇനിയും വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഒരു ടൈപ്പിലൊക്കെ. അപ്പോൾ ഈ സെഗ്മെന്റിന്റെ പകുതിക്ക് വെച്ച് ഫിൻ ബാലർ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ടീമിൽ പുതിയൊരാളെ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന ടൈപ്പിലൊക്കെ. ഇത് എപ്പോഴും പറയുന്നതാണ് ഫിൻ ബാലർ. അപ്പോൾ ഇതൊക്കെയാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ഈ സെഗ്മെന്റിലും ഫിൻ ബാലറിന് വലിയ വില കൊടുക്കാത്തത് പോലെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഉടനെ തന്നെ ഈ നശിച്ച ടീമിൽ നിന്ന് ഫിൻ ബാലറിന് മാറി ഡിമാനായിട്ട് വരാൻ സാധിക്കും. അതിനുശേഷം വേൾഡ് ചാമ്പ്യൻ ഗുന്തറിന്റെ ഒരു സെഗ്മെന്റ് കാണിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. അതായത് കഴിഞ്ഞ ആഴ്ച ചെയ്തതുപോലെ തന്നെയാണ് ഈ ആഴ്ചയും ഗുന്തർ ചെയ്തത്. ജെയിംസോനെ കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഗ്മെന്റ്. അവസാനം ഓട്ടീസുമായിട്ട് മാച്ചും വന്നു. കഴിഞ്ഞ വർഷമൊക്കെ അതായത് IC ചാമ്പ്യൻഷിപ്പ് ഒക്കെ കയ്യിലുണ്ടായിരുന്ന സമയത്ത് ഫയറായിരുന്ന ഗുന്തറിനെ ഇങ്ങനെ കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. അതായത് ഓട്ടീസുമായിട്ടുള്ള ഫൈറ്റിൽ
ഒരുപാട് അടി അങ്ങോട്ട് കൊടുത്തു എങ്കിലും പരമാവധി ഇങ്ങോട്ടും തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഗുന്തറിന്. പിന്നെ മാച്ചിന്റെ അവസാനത്തിൽ ഗുന്തർ തന്നെയാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം വീണ്ടും ഇവരെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ജയൂസ് അവിടെ വന്നുകൊണ്ട് ഗന്ധറിനെ അറ്റാക്ക് ചെയ്ത് ഇവരെ സേവ് ചെയ്ത് ഗന്ധറിന് സ്പിയർ എല്ലാം കൊടുത്തു. ആ സമയത്താണ് എന്തിനോ വേണ്ടി തിളച്ച 2 സാമ്പാറുകൾ വന്നത്. അത് മറ്റാരുമല്ല ഓസ്റ്റിൻ തിയറി ആൻഡ് ഗ്രേസൺ വാലർ. ഇവർ 2 പേരും വന്ന് കഴിഞ്ഞ ആഴ്ചയിലത്തെ ആ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ജയൂസോനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി. ശേഷം ജയൂസോ അവർക്കും സ്പിയർ കൊടുത്തു വിട്ടു. ഈ ഒരു അവസരത്തിൽ ഗന്ധർ കയറി സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ച് ജയൂസോനെ അറ്റാക്ക് ചെയ്തു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ AJ സ്റ്റൈൽസിനോട് ജോൺ സീന ഹീൽ ടൈം ചെയ്ത കാര്യത്തെപ്പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ AJ സ്റ്റൈൽസ് അതിന് മറുപടി പറയാൻ തുടങ്ങുന്ന സമയത്ത് കെരിയൻ ക്രോസ് വന്നുകൊണ്ട് AJ സ്റ്റൈൽസിനെ പിറകിൽ നിന്നും കെട്ടിപ്പിടിച്ചു. ശേഷം AJ സ്റ്റൈൽസ് അത് ഒഴിവാക്കുന്ന സമയത്ത് കെരിയൻ ക്രോസ് പറയുന്നുണ്ട്, നിനക്കും ഇതുപോലെ ചിന്തിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിനക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന ടൈപ്പിലൊക്കെ. അതായത് സീനയുടെ പോലെ ഹീൽ ടൈം ചെയ്യാം, കെരിയൻ ക്രോസിന്റെ കൂടെ കൂടാം, ഈ ഒരു ലെവലിലൊക്കെയാണ് അത് ഉദ്ദേശിച്ചത്. അപ്പോൾ AJ സ്റ്റൈൽസ് പറയുന്നുണ്ട്, ഞാൻ അതിനൊരിക്കലും ജോൺ സീനയല്ല എന്നൊക്കെ. അതുപോലെ നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ ലോഗൻ പോളും വഴി നടക്കാൻ പോകുന്ന സെഗ്മെന്റിനെ പറ്റിയും AJ സ്റ്റൈൽസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് സിംഗിൾസ് മാച്ച് വരാതെ IC ചാമ്പ്യൻഷിപ്പിന്റെ ലാഡർ മാച്ചിലൊക്കെ ആഡ് ആയാൽ മതിയായിരുന്നു. എന്തായാലും നെക്സ്റ്റ് വീക്ക് അറിയാം. അതിനുശേഷം വുമൺസിന്റെ IC ചാമ്പ്യൻഷിപ്പ് മാച്ച്. ഈ മാച്ച് നടന്നത് IC ചാമ്പ്യനായ ലൈറ വാൽക്കീരിയ വേഴ്സസ് ഐവി നെയിൽ ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. പിന്നെ ഈ മാച്ചിൽ പകുതി മുക്കാലും ലൈറ വാൽക്കീരിയയ്ക്ക് കാലിൽ ഇഞ്ചുറി സംഭവിച്ചതുപോലെയാണ് മാച്ചിന്റെ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോയത്. അതായത് ആ ഒരു അവസരം ഉപയോഗിച്ച് ഐവി നെയിൽ അറ്റാക്ക് ചെയ്യുന്നതായിട്ടല്ല. എന്നാൽ മാച്ചിന്റെ അവസാനത്തിൽ ലൈറ വാൽക്കീരിയ ഒരു അവസരം കിട്ടിയ സമയത്ത് ഐവി നെയിലിന് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ലൈറ വാൽക്കീരിയാണ് വിൻ ചെയ്ത് സ്റ്റിൽ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആയത്. അതിനുശേഷം ലുഡ്വിഗ് കൈസറിന്റെ ഒരു ചെറിയ പ്രോമോ കാണിച്ചു. ഇതിന്റെ അവസാനത്തിൽ പെൻഡ അവിടെ വന്നുകൊണ്ട് ലുഡ്വിഗ് കൈസറിനെ അറ്റാക്ക് ചെയ്ത് പോകുന്നതായിട്ടാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത്. അതിനുശേഷം ചാറ്റ് കേബിന്റെ ഒരു വീഡിയോ പ്രോമോ കാണിച്ചിരുന്നു. അതായത് ഡൊമിനിക് മിസ്റ്റീരിയോ പറഞ്ഞിട്ട് ലൂച്ച ലിബ്ര റെസ്ലേഴ്സിനെ അറ്റാക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ തിരഞ്ഞു പോയിരുന്നു. ആ സെഗ്മെന്റ് ആണ് കാണിച്ചത്. അപ്പോൾ അവിടെയുള്ള നാട്ടുകാരോടൊക്കെ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവരെല്ലാം കറക്റ്റായിട്ടുള്ളൊരു മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അവസാനം ഇരുട്ടിന്റെ മറവിൽ നിഗൂഢത നിറഞ്ഞ ഒരാളുമായിട്ട് സംസാരിക്കുന്നതായിട്ടും ആ ആള് ചാറ്റ് കേബിളിന് ഒരു ബോക്സ് കൊടുക്കുന്നതായിട്ടും, എന്നാൽ വെറുതെ തരില്ല, പണം വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു ബോക്സ് എല്ലാം കൈമാറി ചാറ്റ് കേബിൾ ആ ബോക്സ് തുറന്ന് എന്തോ എടുക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് കാണിച്ചില്ല. അപ്പോൾ ചാറ്റ് കേബിൾ അന്വേഷിച്ച് പോയ ആ ഒരു സംഭവം എല്ലാം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നെക്സ്റ്റ് വീക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു. പിന്നീട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് നടന്നത്. ടാഗ് ടീം ചാമ്പ്യൻസായ വാർ റൈഡേഴ്സ് വേഴ്സസ് അമേരിക്കൻ മേഡ് ഇവർക്കാണ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇതേ മാച്ച് മുൻപ് കണ്ട് ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ എല്ലാം ആയതായിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ വൈക്കിംഗ് റൈഡേഴ്സ് തന്നെയാണ് അവരുടെ ഫിനിഷിംഗ് മൂവ് അമേരിക്കൻ മേഡ് ടീമിന് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ വിൻ ചെയ്ത് സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. അതിനുശേഷം IC ചാമ്പ്യൻ ബ്രോൺ ബ്രേക്കർ, ഫിൻ ബാലർ ഇവരുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ബ്രോൺ ബ്രേക്കർ പറയുന്നുണ്ട് ജഡ്ജ്മെന്റ് ടീമുമായിട്ട് തനിക്ക് കഴിഞ്ഞ ആഴ്ച വരെയൊന്നും വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇത്തരത്തിലെല്ലാം ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയി ഫിൻ ബാലർ പറയുന്നത്, നിന്നെ ഞാനാണ് അവസാനിപ്പിക്കാൻ പോകുന്നത്, നിന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് നിന്നെ താഴെ ഇറക്കും, ഈ ഒരു ടൈപ്പിലൊക്കെ പറയുന്നുണ്ട്. അതായത് AJ സ്റ്റൈൽസിന്റെ കൂടെ സ്റ്റോറി കാണിച്ച ബ്രോൺ ബ്രേക്കറിനെ ഇപ്പോൾ ഫിൻ ബാലറിന്റെ കൂടെയാണ് ആഡ് ചെയ്ത് വിട്ടത്. അപ്പോൾ ബ്രോൺ ബ്രേക്കർ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഇവര് ബ്രോൺ ബ്രേക്കറിനെ അപമാനിച്ച കാര്യത്തെ പറ്റിയെല്ലാം. അപ്പോൾ ഇങ്ങനെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് അവസാനം കാർലിറ്റോ, ഡൊമിനിക് എല്ലാം ചേർന്നുകൊണ്ട് ബ്രോൺ ബ്രേക്കറെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. എന്നാൽ ബ്രോൺ ബ്രേക്കർ ഇവരെ തിരികെ അറ്റാക്ക് ചെയ്തു. ശേഷം റിങ്ങിൽ കയറിയ സമയത്ത് ഫിൻ ബാലർ ബ്രോൺ ബ്രേക്കറെ അറ്റാക്ക് ചെയ്തു. പിന്നീട് ബ്രോൺ ബ്രേക്കർ തിരിച്ച് അറ്റാക്ക് ചെയ്ത് സ്പിയർ ചെയ്യാൻ നോക്കിയപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ എല്ലാം സേവ് ചെയ്ത് അവിടെ നിന്നും ഫിൻ ബാലറിനെ കൊണ്ടുപോയി. അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റിൽ കാണിച്ചത്. അതിനുശേഷം റോ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. വുമൻസ് വേൾഡ് ചാമ്പ്യനായ റിയ റിപ്ലി വേഴ്സസ് ഇയോ സ്കൈ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. മാച്ച് കാണാൻ വേണ്ടിയിട്ട് എലിമിനേഷൻ ചേംബർ വിന്നറായ ബിയാങ്ക ബെല്ലർ റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത്. 2 പേരുടെയും പെർഫോമൻസ് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇയോ സ്കൈ ഈ മാച്ചിൽ ഡാമേജ് കൺട്രോൾ ടീമിനെ മെൻഷൻ ചെയ്യുന്നതെല്ലാം അടിപൊളിയായിട്ടാണ് തോന്നിയത്. അതായത് കൈരിസൈൻ്റെ ഫിനിഷർ യൂസ് ചെയ്ത് റിയ റിപ്ലിയെ പിൻ ചെയ്യാൻ നോക്കി. അതുപോലെ തന്നെ ആസ്കയുടെ ആസ്ക ലോക്കും ചെയ്തുകൊണ്ട്
റിയ റിപ്ലിയെ തോൽപ്പിക്കാനായിട്ടെല്ലാം നോക്കിയിരുന്നു. പിന്നെ മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞ റിയ റിപ്ലി ഇയോ സ്കൈനെ റിങ്ങിന് പുറത്ത് വെച്ച് ഭയങ്കരമായും അറ്റാക്ക് ചെയ്തു. ഇത് കണ്ട റിയ റിപ്ലി തന്റെ മാസ്റ്റർ പീസ് ഐറ്റം പുറത്തെടുത്തു. അതായത് ബിയാങ്ക ബെല്ലറിനെ പോയി ചൊറിഞ്ഞുകൊണ്ട് തിരിച്ചറ്റാക്ക് ചെയ്യുമ്പോൾ റെഫറി ബെല്ലടിച്ച് മാച്ച് സ്റ്റോപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ ഐറ്റം പുറത്തെടുത്തു. അത്തരത്തിൽ ചൊറിയാനും ചെന്നു. ബിയാങ്ക ബെല്ലർ തിരികെയും അറ്റാക്ക് ചെയ്തു. പക്ഷേ കണക്കൂട്ടൽ തെറ്റിക്കൊണ്ട് ആ ഒരു റെഫറി മാച്ച് ബെല്ലടിച്ച് അവസാനിപ്പിച്ചില്ല. മാച്ച് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. പിന്നീട് റിയ റിപ്ലി ബിയാങ്ക ബെല്ലറിനോട് റെസൽമേനിയയിൽ കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയോ സ്കൈനെ റോപ്പിന്റെ മുകളിൽ നിന്നും ഫിനിഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. എന്നാൽ ഇയോ സ്കൈ അത് റിവേഴ്സ് ചെയ്ത് റിയ റിപ്ലിയെ റിങ്ങിലേക്ക് ഇട്ടതിന് ശേഷം ഇയോ സ്കൈ ഒരു മോൺസോൾട്ട് ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ നമ്മളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഇയോ സ്കൈ ആണ് റിയ റിപ്ലിയെ പിൻ ചെയ്ത് ന്യൂ വുമൺസ് വേൾഡ് ചാമ്പ്യൻ ആയത്. അപ്പോൾ ഈ റിസൾട്ട് സത്യം പറഞ്ഞാൽ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ റിയ റിപ്ലി തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആകും എന്നാണ് വിചാരിച്ചത്. അതും ബിയാങ്ക ബെല്ലർ മാച്ച് കാണാൻ വന്ന സമയത്ത് നമ്മളെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു ഇയോ സ്കൈക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടില്ല എന്നൊക്കെ. പക്ഷെ നമ്മളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അവിടെയും ട്രിപ്പിൾ എച്ച് ട്വിസ്റ്റ് വെച്ച് ഇയോ സ്കൈനെയാണ് ചാമ്പ്യൻ ആക്കിയത്. അപ്പോൾ ഇത് കണ്ട സമയത്ത് വളരെയധികം സന്തോഷം തോന്നി. കാരണം വുമൺസ് റോയൽ റംബിൾ വിൻ ചെയ്യാൻ എന്തുകൊണ്ട് യോഗ്യത അവർക്കായിരുന്നു. അല്ലെങ്കിൽ എലിമിനേഷൻ ചേംബറെങ്കിലും കൊടുക്കാമായിരുന്നു. എന്നിട്ട് ഇതേ പ്ലാൻ റെസൽമേനിയയിൽ കാണിച്ചിരുന്നുവെങ്കിൽ വേറെ ലെവലായി തോന്നിയത്. എന്തായാലും റോയൽ ഇയോ സ്കൈ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് പ്ലാൻ പോവുക എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ട്രിപ്പിൾ ത്രെഡ് വന്നേക്കാം. കാരണം അത്തരത്തിൽ റൂമർ ഉണ്ടായിരുന്നു റെസൽമേനിയയിൽ ഇപ്രാവശ്യം വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ട്രിപ്പിൾ ത്രെഡ് നടന്നേക്കാം എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക.